അല്ലെ ഒരു ദുരൂഹതയുണ്ട് മോളെ, എന്താണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. മുഖ്യമന്ത്രിയുടെ യാത്ര പോലും ദുരൂഹതയാണല്ലോ. ഇത്രയും മനുഷ്യ വെച്ചുകൊണ്ട് അയാൾ യാത്ര ചെയ്യുമ്പോ അയാൾ വണ്ടി ഓടിക്കുന്നു, അയാൾ അതിനിടയ്ക്ക് 1 മണിക്കൂർ ഫോണിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി എന്നാ മിണ്ടാത്തെ? അത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടല്ലോ, എന്നിട്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നേ? സത്യത്തിൽ ഞാന് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവനന്തപുരം മേഖല സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ BJP കാരനാണ്, അവരുടെ പ്രവർത്തനം BJPക്ക് എതിരാണ്, ഞങ്ങൾക്ക് തർക്കമുണ്ട്. പക്ഷെ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അവർ ചെയ്തതിനെ കുറ്റപ്പെടുത്താൻ എനിക്ക് പറ്റുന്നില്ല. അവിടാണ് പ്രശ്നം. അവരുടെ പേരിൽ ഒത്തിരി പരാതി ഞങ്ങൾക്ക് പറയാറുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു 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 ഭരണാധികാരി എന്ന നിലയിൽ അവർ ചെയ്തത് വലിയ മഹാഭാവമായിട്ട് കണക്കാക്കാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം എനിക്ക് അനുഭവങ്ങളുണ്ട്. 2-3 കിലോമീറ്റർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകും, സൈഡ് തരികയില്ല, പിന്നെ എന്ത് ചെയ്യും? അത് കൂടി സ്വഭാവമായിട്ടിരിക്കുന്നതിനെ പിടിച്ച് അടി വെച്ച് കൊടുക്കില്ല മാർക്കില്ല എന്നുള്ള അഭിപ്രായക്കാരന്. ആയിരം ഡ്രൈവർമാരുണ്ട്. ഞാൻ ഇതിപ്പോ ചുമ്മാ പറയുന്നതല്ല. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുണ്ട്, നമ്മുടെ പുതിയ നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രി, നമ്മുടെ ഗണേഷ് കുമാർ. അദ്ദേഹത്തോടും ഞാൻ ഒരു 4-5 ദിവസം മുമ്പ് ഈ കാര്യം, ഈ ലൈസൻസ് സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോ ഇത് നിർബന്ധമായും ഈ കാര്യം കൂടെ പരിശോധിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ കൂടെ നടന്നു പോകുന്ന മനുഷ്യനെ അറിയണ്ട, അവന് മുതുകത്ത് കയറുന്ന ഇവനെ അറിയണ്ട. പ്രത്യേകിച്ച് KSRTC ഡ്രൈവർ മുമ്പാണ് കേസ് മുഴുവൻ നടത്തുന്നത് പോലും KSRTC ഇവന്മാർക്ക് നട്ടവുമില്ല. ഇത് വളരെ അപകടകരമാണ്. പിണറായി വിജയൻ ഈ കള്ളക്കളി അവസാനിപ്പിക്കണം, CPM-ന്റെ കള്ളക്കളി അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ആ കാര്യത്തിൽ ഒരു തുറന്ന സമീപനം സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാണ്. ആ കാര്യത്തിൽ മന്ത്രി ഗണേഷ് കുമാർ ആദ്യം ഡ്രൈവറെയാണ് കുറ്റപ്പെടുത്തത്. പക്ഷെ പിന്നീട് കോടതി, ഇപ്പൊ കേസ് വന്നത് കോടതി വഴിയാണ്, അല്ലാതെ മന്ത്രി നേരിട്ട് ഇടപെട്ട് കേസാക്കിയതല്ല മേയറെ. അത് കോടതിയുടെ ഇടപെടലാണ്. കോടതി എല്ലാത്തിനും ഇടപെടുന്നുണ്ട്. കോടതി സത്യം ബോധ്യപ്പെടുമ്പോൾ കോടതി ആ കോടതി നിന്നോളും. തന്റെ അടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ആശയക്കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ കോടതിയിൽ കൊടുത്ത പരാതിയൊന്നും അയാൾ കൊടുത്ത പരാതി, അതെ ഡ്രൈവർ കൊടുത്ത ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അത് ആ കേസെടുക്കാൻ പറഞ്ഞ ഉടനെ അയാളുടെ പരാതി പറഞ്ഞിരിക്കുന്ന സെക്ഷൻ എല്ലാം ഇട്ട് കേസെടുക്കണം എന്നിടത്തും നിയമമില്ല. എടുത്തെന്നിരിക്കട്ടെ, എടുത്താലും അന്വേഷണത്തിൽ കളവാന്ന് കണ്ടാൽ റെഫർ ചെയ്യാം. അത് പ്രശ്നമായ കാര്യമല്ല.